ഇന്നലത്തെ പ്രസ് സ്റ്റോപ്പ് തുടങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പായിരുന്നു മെസ്സി കേരളത്തിലേക്ക് എത്തും എന്നുള്ള വാർത്ത വന്നത്. പത്രങ്ങളെ സംബന്ധിച്ച് ആളുകൾ കമ്പോട് കമ്പ് വായിച്ച് തീരേണ്ട വാർത്തയാണത്. അത് ഇന്നലെ പത്രങ്ങൾക്ക് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ വാർത്ത വന്നു കഴിഞ്ഞ് മനുഷ്യരത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ദിവസം എങ്ങനെയാണ് ആ വാർത്തയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പത്രം വായിക്കുന്നവരുടെ കൗതുകം. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാർത്ത. ഈ രണ്ട് വാർത്തകളാണ് പ്രധാനമായും പത്രങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ളത്. മറ്റ് എല്ലാ വാർത്തകളും സ്വാഭാവികമായിട്ടുമുണ്ട്. ഏതായാലും നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യം മനോരമ എടുത്താൽ മനോരമയുടെ ഒന്നാമത്തെ പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് കടുപ്പിച്ച് വി.ഡി. സതീശൻ. രാജി അല്ലെങ്കിൽ പുറത്ത്. നമ്മൾ കുറച്ച് മുമ്പ് കൂടി പറഞ്ഞല്ലോ, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാനാണ് ആലോചന. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംരക്ഷകനും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് അവതരിപ്പിച്ചതിലടക്കം പ്രധാന പങ്കുവഹിച്ച വി.ഡി. സതീശനടക്കം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഹുലിൻ്റെ ഗതി എന്താവുമെന്ന് ഇന്നറിയാം. പുറത്താക്കലിലേക്ക് പോകുമോ, മറ്റ് പ്രതിഷേധ നടപടികൾ എന്തൊക്കെയാണ്? ഏതായാലും പത്രത്തിൽ ഇതുതന്നെയാണ് നിലപാട് കടുപ്പിച്ച സതീശൻ. രാജി അല്ലെങ്കിൽ പുറത്ത്. ലൈംഗിക ചൂഷണ പരാതിയുടെ പരമ്പര നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം ഒഴിയാനായി കോൺഗ്രസിൽ വലിയ സമ്മർദ്ദമാണ്. ഒരുപക്ഷെ ഈ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ഒരു സ്വതന്ത്ര MLA യുടെ സ്റ്റാറ്റസിലേക്ക് അദ്ദേഹം മാറും. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനാവില്ല. മാത്രമല്ല ഹൈക്കമാൻഡിലടക്കം സമ്മർദ്ദം ചെലുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പുറത്തേക്ക് തന്നെയാണ് എന്നാണ്. രാജിവെച്ചാലും ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയില്ല എന്നുള്ളൊരു വാർത്ത കൂടി. BJPക്ക് സ്വാധീനമുള്ള പാലക്കാട്ടെ MLA രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത വിശകലനം ചെയ്തു. ഒഴിവ് വന്നാൽ 1 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് 1 വർഷമെങ്കിലും കാലാവധി ബാക്കി ഉണ്ടാകണം എന്ന നിബന്ധന ഉള്ളതുകൊണ്ട്, എന്ന ശീലമുള്ളതുകൊണ്ട് അത് നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ രാജിവെച്ചാൽ അതിനുശേഷം എന്ത് എന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ നീങ്ങുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ 1 മാസത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വർത്തമാന പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ധർമ്മസ്ഥല. അവിടെ ഇപ്പോൾ ഇന്നലെ സാക്ഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ധർമ്മസ്ഥല മൃതദേഹങ്ങൾ കുഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞയാൾ, ഈ സാക്ഷി CN ചിന്നയ്യ, അദ്ദേഹത്തിൻ്റെ ചിത്രം ഇതാദ്യമായി ഇന്നലെ വാർത്താമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഇന്നിപ്പോൾ പത്രങ്ങളടക്കം ആ പടം അടിച്ചിട്ടുണ്ട്. മൊഴികളിൽ പൊരുത്തക്കേടെന്ന് SIT ചോദ്യം ചെയ്യൽ തുടരുന്നു. മലയാള പത്രങ്ങൾ ഇതിനെ അനുകൂലമായും പ്രതികൂലമായും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഓരോരോ പത്രങ്ങളായി വരുമ്പോൾ നമുക്ക് വിശദമായി നോക്കാം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് മെസ്സി വാർത്ത കൈകാര്യം ചെയ്യുക എന്നുള്ള കൗതുകമുണ്ടല്ലോ. ഇന്നിപ്പോൾ മെസ്സി വരുമെന്ന് എല്ലാവർക്കും അറിയാം. എവിടെയായിരിക്കും കളിക്കുക എന്നും അറിയാം. പക്ഷേ അതെങ്ങനെ പത്രത്തിൽ വിരിച്ചിടും, എങ്ങനെ കൊടുക്കുമെന്നുള്ളതാണ്. കളമൊരുക്കാൻ കാര്യവട്ടം എന്ന വാർത്ത. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം, ആകാശ ദൃശ്യം. മോദിയുടെ ക്ഷമിക്കണം മെസ്സിയുടെ ഒരു ചിത്രം. അങ്ങനെ കളമൊരുക്കാൻ കാര്യവട്ടം. അർജൻറ്റീനയുടെ ഫുട്ബോൾ മത്സരത്തിന് കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയം വേദിയായേക്കും. സ്റ്റേഡിയം ഫുട്ബോളിന് വിട്ടു നൽകിയാൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മനോരമയിലുള്ളത്. പ്രിയദർശൻ ഒരുക്കുന്ന ബോളിവുഡ് സിനിമയുടെ ചിത്രീകരണം തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നിന്ന് അക്ഷയ് കുമാറും സെയ്ഫ് അലി ഖാനും ഇപ്പോൾ കൊച്ചിയിലുണ്ട്. ഹൈവാൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് എത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രിയദർശൻ ബോളിവുഡ് സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ 2 പ്രധാന താരങ്ങളും ഇപ്പോൾ കൊച്ചിയിലുണ്ട് എന്നുള്ള വാർത്തയും വളരെ പ്രാധാന്യത്തോടെ മലയാള മനോരമ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ വാർത്ത, മാതൃഭൂമിയുടെ ബാനർ ഹെഡിലേക്ക്, അതിൻ്റെ മാതൃഭൂമിയുടെ പേരച്ചടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഗോപികൃഷ്ണൻ വരച്ച മെസ്സിയുടെ കാർട്ടൂൺ ബ്ലീഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് അടിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് മെസ്സിയുടെ കിക്ക്, നീലക്കരയുള്ള മുണ്ടും ഒരു ട്രാവൽ ബാഗുമൊക്കെ തൂക്കി മെസ്സി കേരളത്തിലേക്ക് നടന്നു വരുന്ന ഒരു ചിത്രം. അതിൻ്റെ സന്തോഷം അതിൽ നമുക്ക് കാണാം. അർജൻറ്റീനയുടെ ഒരു പതാകയുടെ നിറത്തിൻ്റെ പാറ്റേണിലൊക്കെയാണ് ആ വാർത്ത അതിൽ അടിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വാർത്ത, മറ്റു പത്രങ്ങളിൽ പ്രധാന വാർത്തയായി വരാത്ത ഒരു വാർത്ത മാതൃഭൂമി ഇന്ന് ഒന്നാം വാർത്തയാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിൽ വേണ്ട രാഷ്ട്രീയം. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നേരത്തെ ഒരു ഗാനമേളയ്ക്കിടെ ഗസൽ ഗായകൻ അലോഷി വിപ്ലവഗാനം ആലപിച്ചത് വാർത്തയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ബാക്കിയായി വന്ന വാർത്തയാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡുകൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞ വാർത്ത. നിയമം പാലിക്കണം. മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് നിരോധിക്കുന്ന 1988 നിയമത്തിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കോടതി കൊടുത്തിരിക്കുന്ന ആ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്.
രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വാർത്ത ഉറപ്പായിട്ടും ഒന്നാം പേജിൽ തന്നെയുണ്ട്. ഇതുതന്നെയാണ് ഗസാണ്. മുന്നിൽ രാജിവെച്ചേ തീരൂ എന്ന നിലപാടിലാണ് സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രതിസന്ധിയാകുമെന്ന മനോരമ കൊടുത്ത ആ വാർത്ത തന്നെ മറ്റൊരു രൂപത്തിൽ. മാത്രമല്ല, ഈ വാർത്തയുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് വാർത്താ ചിത്രങ്ങളുടെയും സ്വഭാവം മാറുന്നത് കാണാം. രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഇന്ന് പത്രങ്ങളടിച്ച ചിത്രങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാവും. മറ്റൊരു ആംഗിളിൽ നിന്ന് മറ്റൊരു മുഖഭാവത്തോടു കൂടിയൊക്കെയുള്ള ചിത്രങ്ങളാണ്. ഒരു കണ്ണടച്ചു നിൽക്കുന്ന ഒരു രാഹുലിൻ്റെ ചിത്രവും ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. മെസ്സിയുടെ വാർത്ത അവിടം കൊണ്ട് തീരുന്നില്ല. സ്പോർട്സ് പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരിക്കേച്ചറാണുള്ളത്. ഒരു അത്തപ്പൂക്കളം ഇടുന്ന മെസ്സി. സസ്പെൻസ് കഴിഞ്ഞു, ഇനി കാണാം. ഫുട്ബോളിൻ്റെ നിറത്തിലുള്ള അത്തപ്പൂക്കളം ഇടുന്ന ഒരു മെസ്സിയെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. മെസ്സിയും അർജൻറ്റീന ടീമും വരുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ അതിനുള്ള കാത്തിരിപ്പിലേക്ക് മാറുകയാണ് കായിക കേരളം എന്ന് കായിക പ്രേമികളൊക്കെ കാത്തിരിക്കുന്ന ആ വാർത്ത. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും മെസ്സിയെ എങ്ങനെ വരവേൽക്കണം എന്ന ഒരുക്കത്തിലായിരിക്കും കേരളം. ദേശാഭിമാനി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ വാർത്ത തന്നെയാണ്. രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ പീഡന പരാതികളുടെ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനമായി കൊടുക്കുന്നത്. കൊടും ക്രിമിനലിനെ പുറത്താക്കാതെ കോൺഗ്രസ്. അത്തരമുള്ള കടുത്ത വാക്കുകൾ പോലും ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ദേശാഭിമാനി മാത്രമല്ല പൊതുവേ പത്രങ്ങളൊക്കെയും മാറിയിട്ടുണ്ട്. കാരണം രാഹുൽ മങ്കൂട്ടത്തിൽ ഈ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതും പരമ്പരയായി നിരവധി സ്ത്രീകളെ വേട്ടയാടി എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലേക്കുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ നമുക്ക് പ്രാഥമികമായി വിശ്വസിക്കാവുന്ന തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിജീവിതയെയും ഗർഭസ്ഥശിശുവിനെയും കൊല്ലുമെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്നലെ നടത്തിയ ഫോൺ സംഭാഷണത്തിലെ ഞെട്ടിപ്പിക്കുന്ന സംഭാഷണം അടക്കം രാജി തടയാൻ രാഹുൽ ഷാഫി സംഘത്തിൻ്റെ കടുങ്കൈ. മറ്റു പത്രങ്ങൾ വി.ഡി. സതീശൻ അടക്കം ഈ രാഹുൽ മങ്കൂട്ടത്തിലിനെ തള്ളിക്കളയുന്നു എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുകയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ദേശാഭിമാനിയുടെ രാഷ്ട്രീയമനുസരിച്ച് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പുറത്താകുന്നതുവരെയും ഒരുപക്ഷെ പറയേണ്ടതും. അടുത്ത പേജിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു മരണത്തിൻ്റെ ദൂതനായി വന്നിരിക്കുന്ന ഒരു കാരിക്കേച്ചറൊക്കെ കാണിച്ചിട്ട് എനിക്ക് തന്നെ കൊന്നു തള്ളാൻ എത്ര സെക്കൻഡ് വേണം. അത് ഇന്നലത്തെ നമ്മളെ പേടിപ്പെടുത്തിയ പെൺകുട്ടിയുമായുള്ള സംഭാഷണത്തിലെ രാഹുലിൻ്റെ അയാളുടെ വാക്കുകളാണ്. ആ സംഭാഷണത്തിൻ്റെ പൂർണ്ണ വെർബാറ്റം അച്ചടിച്ച് തന്നെ രാഹുൽ എന്ത് പറയുന്നു, യുവതി എന്ത് പറയുന്നു എന്ന തരത്തിൽ കൊടുത്തിട്ടുണ്ട്. 10ാമത്തെ പേജിൽ വീണ്ടും നമ്മൾ ഈ 2 വാർത്തയെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പത്രങ്ങൾ പൊതുവേ നോക്കുന്നത്. മെസ്സി വരുന്ന വാർത്തയെ കേരന്റീന എന്നാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. കേരളവും അർജൻറ്റീനയും തമ്മിൽ 15,000-ഓളം കിലോമീറ്റർ അകലെയുള്ള അർജൻറ്റീനയോട് കേരളത്തിന് എന്തിനിത്ര പ്രിയം. അങ്ങനെ ഈ ലാറ്റിൻ അമേരിക്കയും സ്പാനിഷ് സംസ്കാരവും കേരളവും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധം, സ്പാനിഷ് ഭാഷയും മലയാളവും ഒക്കെ തമ്മിലുള്ള ആ ബന്ധം മനുഷ്യായുസ്സിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഈ നാടിനും നാട്ടാർക്കുമുള്ള അംഗീകാരമാണ് എന്ന തരത്തിൽ ദേശാഭിമാനി ആ വാർത്ത കൊടുക്കുന്നു. കേരള കൗമുദി വന്നാൽ ഇതേപോലെ തന്നെ കൈവിട്ട് നേതൃത്വം എന്ന വാർത്തയാണ് പ്രധാനമായിട്ടും 1ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. രാഹുലിനെതിരെ കടുത്ത നിലപാടുമായി സതീശൻ. അതിലൊരു കാർട്ടൂൺ ശ്രദ്ധേയമാണ്. എൻ്റെ രാജി ഇങ്ങനെയല്ല. പ്രശസ്തമായ സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ, മേലേപ്പറമ്പിൽ ആൺവീട്ടിലെ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് ജഗതി പറയുന്നത് പോലത്തെ ആ സന്ദർഭത്തിന് സമാനമായ സാഹചര്യം വരച്ച് അവിടെ രാഹുൽ മങ്കൂട്ടത്തിലിനെ കാണിച്ചിരിക്കുന്നു. രാജി എന്ന വടിയുമായി രാഹുൽ മങ്കൂട്ടത്തിലിനെ അടിച്ചോടിക്കാൻ ശ്രമിക്കുന്ന വി.ഡി. സതീശനും അപ്പുറത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെയും കാണാം. ഈ വലിയ വാർത്തയുടെ ഈ ഭീകരമായ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അതിനുള്ളിലെ ഒരു നർമ്മം അവിടേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. മറ്റൊന്ന് 7ാം പേജിലെ ഒരു വാർത്ത ഇന്ന് കൊടുത്തിരിക്കുന്നത്, കേരള കൗമുദി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതായത് UGC മാതൃകാ പാഠ്യപദ്ധതിയിൽ ശ്രീനാരായണ ഗുരു ആത്മീയ ആചാര്യൻ എന്നുള്ളതാണ്. UGC പുറത്തിറക്കിയ മാതൃകാ പാഠ്യപദ്ധതിയിൽ ശ്രീനാരായണ ഗുരുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ ആചാര്യന്മാരുടെ പട്ടികയിലാണ്. ആത്മീയവും ബൗദ്ധികവുമായ ഉന്നത ശീർഷരായ സ്വാമി വിവേകാനന്ദൻ, മഹർഷി അരബിന്ദോ എന്നിവർക്കൊപ്പമാണ് ഗുരുവിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പട്ടികയിൽ അതേസമയം ശ്രീനാരായണ ഗുരുവില്ല എന്നുള്ളതും അദ്ദേഹത്തിന് ഒരു ആത്മീയ ഭാവം മാത്രം കൊടുത്ത് മാറ്റി നിർത്താനുള്ള വായനകൾ പലതും, അതിൻ്റെ പൊളിറ്റിക്കൽ വായനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ്. അതേ വേളയിൽ തന്നെ ഇന്നത്തെ കേരള കൗമുദിയുടെ വാരാന്ത്യ പതിപ്പ് ശ്രദ്ധേയമാണ്. നാരായണ ഗുരു കൽക്കി അവതാരം എന്ന് സ്വാമി ഗുരുജ്ഞാനാനന്ദൻ എഴുതിയ ഒരു കുറിപ്പ്. അതായത് അദ്ദേഹത്തിന് ദൈവത്തിന് തുല്യപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക സംഭാവനകളെയും അദ്വൈതത്തിന് പുതിയ ഭാഷ്യം ചമച്ചുകൊണ്ട് നമ്മളെ മുന്നിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരുവിനെ ദിവ്യ സാക്ഷ്യങ്ങളുടെ ആളായും മറ്റും അതേ പത്രം തന്നെ 2 തരത്തിൽ ചിത്രീകരിക്കുന്നത് ഏതായാലും കൗതുകകരമാണ്. മാധ്യമത്തിലേക്ക് വന്നാൽ ഇന്ത്യ
ഇന്ത്യ തലകുനിക്കില്ല എന്ന മറ്റൊരു വാർത്തയാണ് പ്രധാനമായും അവർ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ട, US-ന് താക്കീതുമായി എസ് ജയശങ്കർ. അധിക തീരുവ യുക്തിരഹിതവും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ് എന്ന മാധ്യമം വാർത്ത കാണാം. 5-ാമത്തെ പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുദോഷത്തിൽ കോൺഗ്രസ്, അതായത് ഈ രാഹുകാലം ഒരു മോശം കാര്യമായിട്ടാണല്ലോ വിശ്വാസികൾ കണക്കാക്കുന്നത്. പാളയത്തിലെ പാർട്ടിയെ വിഷമവൃത്തത്തിലാക്കുന്നു. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് ഒരു രാഹു ആയി മാറുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് മാധ്യമം കൊടുത്തിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മെസ്സിയുടെ വാർത്ത, മെസ്സി വരുന്നേ എന്ന് ആശ്ചര്യപ്പെടുകയാണ് മാധ്യമം. മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വാർത്ത എല്ലാവരും അറിഞ്ഞതാണ്. ഇനിയിപ്പോൾ അതെങ്ങനെ കൊടുക്കുന്നു, അതെങ്ങനെ വിശദീകരിക്കുന്നു എന്നതിലാണ് അതിൻ്റെ കൗതുകം. മംഗളത്തിലേക്ക് വന്നാൽ രാഹുലിൻ്റെ ഭാവി, കോൺഗ്രസിൻ്റെ ആശയക്കുഴപ്പം, നേതൃത്വം ആരുടെ കൂട്ടത്തിൽ. അതിനുള്ളിലെ കാർട്ടൂണാണ് കൗതുകകരം. ഏതോ ഒരു വനിതാ കമ്മി വരുന്നു എന്ന് കേൾക്കുന്നു. കമ്മി എങ്കിൽ കമ്മി. സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരെ പറയുന്നതാണല്ലോ ഈ കമ്മി എന്ന പേര്. അപ്പോൾ വനിതാ കമ്മീഷനോ മൈ ഗോഡ് എന്ന് രാഹുൽ പറയുന്നത്. അതായത് ഈ വാർത്തയുടെ ആ ഒരു രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദു പത്രവും ദേശീയ ദിനപത്രം കൂടി എടുത്തുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ പ്രോബ് എഗൻസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്ത ഹിന്ദു 1-ാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ, അതേപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇദ്ദേഹം നിഷേധിക്കുന്നു. നിർബന്ധിത ഗർഭചിത്രത്തിന് ശ്രമിച്ചു എന്നതടക്കം അന്വേഷണമടക്കം തുടങ്ങിയിരിക്കുന്നു. ഏർലി ഓണം ഗിഫ്റ്റ് ഫോർ മെസ്സി ഫാൻസ്. നമുക്ക് മലയാളികൾക്ക് ഒരു ഓണ സമ്മാനമായി മെസ്സി എത്തുന്നു എന്ന വാർത്ത ഹിന്ദുവും 1-ാം പേജിൽ തുല്യ പ്രാധാന്യത്തോടെ 3-ാമത്തെ വാർത്തയായി നൽകിയിരിക്കുന്നു. പത്രങ്ങളിൽ നിന്ന് പ്രധാനമായും ഈ വാർത്തകളാണുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയത്തെ നീക്കം എങ്ങോട്ടേക്കായിരിക്കും, ഇന്ന് എന്തൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാന വാർത്ത. നമ്മുടെ എല്ലാ പത്തനംതിട്ടയിലാണെങ്കിലും തിരുവനന്തപുരത്തും എല്ലാം നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താകുമോ അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്ന വാർത്തയ്ക്ക് കാതോർത്തിരിക്കുകയാണ് കേരളം.